നാട്ടിൽ വന്ന ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകാണ്ട്. അപ്പം വന്ന ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടായത്. കാശിക്കൂടാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കും കുഞ്ഞാവനെ കാണുമെന്ന് പറഞ്ഞാൽ അലമ്പായിരുന്നു കേട്ടോ. സൗദിയിൽ വെച്ചിട്ടാണെങ്കിൽ അവനെയും കയറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കുഞ്ഞാവനെയൊക്കെ കണ്ടപ്പോൾ അവൻ ഇത്തവണയും വന്നം എന്ന് പറഞ്ഞിട്ട് അലമ്പായിരുന്നു. പക്ഷേ ഡോക്ടറെ കാണാമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവനെ കൊണ്ടുപോകാണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് ആക്കിയിട്ട് പോട്ടോ. കുറച്ച് നേരം കാരണമെങ്കിലും മാസം കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി കേസ്. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. അവൻ്റെ ഉണ്ണിയപ്പൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് തന്നെ NT സ്കാൻ എടുക്കണം എന്നുള്ളത്. 3rd മന്ത് സ്കാനിങ് 11 to 14 വീക്സിനകത്താണ് നമ്മൾ 3rd മന്ത് സ്കാനിങ് എടുക്കുന്നത് കേട്ടോ. വേറെ കുറച്ച് പ്രഗ്നൻറ്റ് ലേഡീസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് 3 മണിക്ക് വന്നായെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ രാവിലെ വന്നാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റാമൻ്റെ ബിരിയാണി കടയിൽ കയറിയിട്ടോ. ആലുവയിലുള്ള ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ റാമൻ്റെ ബിരിയാണി കടയിൽ വന്നാൽ മതി. നിങ്ങൾ ആരെങ്കിലും ഇത് ഇരുമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ബിരിയാണി ആർക്കൊക്കെയോ പാർസൽ എടുത്ത് കൊടുത്തോണ്ടോ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഇപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ചെറിയ മയക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് TTയും കൂടി എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിൻ്റെ ഡെലിവറിക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ മാറാൻ തീരുമാനിച്ചു കേസ്. അപ്പോൾ അത്രയോട് തെറ്റാ.